ഫലസ്തീനികൾക്കെതിരെ വധശിക്ഷ നടപ്പാക്കാൻ സൈനിക കോടതികൾക്ക് നിർദ്ദേശം നൽകുന്ന ഒരു വിവാദ ഏകപക്ഷീയ ബിൽ ഇസ്രായേൽ പാർലമെന്റ് പാസാക്കി. എന്നാൽ ഫലസ്തീനികളെ കൊന്ന കുറ്റത്തിന് ജൂത ഇസ്രായേലികൾക്ക് അതേ ശിക്ഷ ചുമത്തില്ല. 30 ദിവസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം 120 സീറ്റുകളുള്ള പാർലമെന്റിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ 62 നിയമസഭാംഗങ്ങൾ അംഗീകരിച്ചു. 48 പേർ എതിർത്ത് വോട്ട് ചെയ്യുകയും ഒരാൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അറബും ജൂതരും ഒരേ കുറ്റം ചെയ്താൽ 2 കോടതികളിൽ 2 തരം നിയമമായിരിക്കും നടപ്പാക്കുക. ഇത് നഗ്നമായ വംശീയ വിവേചനമാണ്. ഭീകരവാദമെന്ന് സൈനിക കോടതികൾ വിധിക്കുന്ന കൊലപാതക കേസുകളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഫലസ്തീനികൾക്ക് വധശിക്ഷ നിർബന്ധമാക്കുന്ന നിയമമാണിത്. ശരിക്കും ഇതൊരു കാട്ടുനീതിയാണ്. ഈ നിയമം വെസ്റ്റ് ബാങ്കിലെ അറബ് വംശജരുടെ രാജ്യത്തിനെതിരെ നടത്തുന്ന കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ സ്വാഭാവികമായി നൽകുന്നതിനുള്ള നിയമമായിരിക്കുകയാണ്. ഇതൊരിക്കലും യഹൂദരെ ബാധിക്കുന്നില്ല. വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള കുറ്റാരോപിതരിൽ അറബ് വംശജരെ വിചാരണ ചെയ്യുന്നത് മിലിറ്ററി കോടതികളാണ്. ജൂതരെ സിവിൽ കോടതികളാണ് വിചാരണ ചെയ്യുന്നത്. ഈ നിയമം മിലിറ്ററി കോടതികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനാൽ ഈ നിയമം വംശഹത്യ നിയമവിധേയമാക്കുന്നതിനുള്ള ഉപകരണമായി മാറുമെന്നുറപ്പ്. ഇസ്രായേലിലെ സൈനിക കോടതികളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ നിരക്ക് ഏകദേശം 96%. തീവ്ര വലതുപക്ഷ പാർട്ടി നേതാവും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻ ഗീർ ആണ് ബില്ലിന്റെ പ്രധാന വക്താവ്. വധശിക്ഷ നടപ്പാക്കുന്നതിനായുള്ള പ്രചാരണ വേളയിൽ പലതവണ അയാൾ തൂക്കുമരത്തിന്റെ കുരുക്കിന്റെ ആകൃതിയിലുള്ള ലാപ്പൽ പിൻധരിച്ചിരുന്നു. ഒരു പ്രാകൃത നിയമം നിർമ്മിക്കുകയും അത് പാസാക്കിയതിന്റെ ആഹ്ലാദത്തിൽ ഷാമ്പെയിൻ നുകരുകയും ചെയ്യുന്നവരെ ലോകം എന്ത് വിളിക്കണം? ഭീഷണിയിലൂടെയും പീഡനത്തിലൂടെയും നിർബന്ധപൂർവ്വം നേടിയെടുക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഭൂരിഭാഗം ശിക്ഷാവിധികളും ഉണ്ടാക്കുന്നതെന്ന് ഇസ്രായേലിലെ പൗരാവകാശ സംഘടനകൾ തന്നെ പറയുന്നു. ഇസ്രായേലി മനുഷ്യാവകാശ സംഘടനയായ യേഷ്ദിൻ നടത്തിയ പഠന റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. 2005-നും 2024-നും ഇടയിൽ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുടിയേറ്റക്കാർക്കെതിരെയുള്ള വിചാരണകളിൽ വെറും 3% മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ദ ഗാർഡിയൻ പത്രം മാർച്ച് അവസാനം നടത്തിയ വിശകലനമനുസരിച്ച് ഈ ദശകത്തിന്റെ തുടക്കം മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളെ കൊലപ്പെടുത്തിയതിന് തങ്ങളുടെ പൗരന്മാരിൽ ഒരാളെ പോലും ഇസ്രായേൽ വിചാരണ ചെയ്തിട്ടില്ല. അമേരിക്കൻ നികുതിപ്പണത്തിന്റെ ഏറ്റവും വലിയ വിഹിതം കൈപ്പറ്റുന്ന രാജ്യമാണ് ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യം എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു ചട്ടമ്പി രാഷ്ട്രം തൂക്കിക്കൊല്ലൽ നിയമവിധേയമാക്കിയത് ആഘോഷിക്കുകയാണിപ്പോൾ.